അപ്പോൾ നമ്മൾ ഇന്ന് ബാംഗ്ലൂർ പോകാൻ ഉദ്ദേശിച്ചാണ്. നാളെ സൺഡേ മാർക്കറ്റിംഗ് ഉണ്ട് രാവിലെ. അപ്പോൾ റെയിൽവേ കുറേ നേരം ഇവിടെ കാക്കണം നോക്കി നമ്മളെ തോക്കി എവിടേക്ക് പോന്നേ എവിടെ വന്നേ ഇങ്ങോട്ട് ചെക്കൻ ഉറക്കലുണ്ട്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലുണ്ട്, ഞാനും ഉണ്ട്, തൗഫീഖുണ്ട്. ബാംഗ്ലൂർ പോകാനുള്ള പ്ലാന്, ജസ്റ്റ് സൺഡേ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ആക്കാനുള്ള പ്ലാനാണ്. ഞാൻ തുടങ്ങിയിട്ട് മുന്നേ നായിൻ്റെ വലിയ ശല്യം എന്താ ചെയ്യുക. കാസർഗോഡ് ടൗണിലാണുള്ള. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് നമ്മൾ. റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തോ നടന്നിട്ട്? ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഗൈസ് ആൽമോസ്റ്റ് 1 കിലോമീറ്റർ ആണ് ഉള്ളത്. 1 കിലോമീറ്റർ അല്ല, വേണ്ട, നമുക്ക് മണി സേവ് ആക്കാം. ആൽമോസ്റ്റ് 1 കിലോമീറ്റർ ആണ് ഉള്ളത്. ഓനെ വരും. അപ്പോൾ 1 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് പോകാനുള്ള പ്ലാൻ. ചെക്കന് ട്രെയിനിൽ പോകുമ്പോൾ പഴമാണല്ലോ, അങ്ങനെ പഴത്തിന് കിടക്കാൻ തന്നെ. നമുക്ക് ബേക്കറിയല്ലേ കഴിക്കാം? അല്ല, എടുക്കാം, ഫ്രൂട്ട് എടുക്കുന്നേ. വിധവക് ടിക്കറ്റ് എടുത്തു. പ്ലാറ്റ്ഫോം 2ലേക്ക് പോവാണ്, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. ചെക്കനടാ പഴം പൊടിച്ചിട്ട് നടക്കുന്നു. ബാഗിലിടാൻ പറഞ്ഞാൽ ബാഗിൽ ഇടുന്നില്ല. ചെക്കന് ഇതവിടെ നിന്ന് വരുന്നുണ്ട്. ചെക്കന് റിക്ഷ പിടിച്ചിട്ട് വന്ന ട്രെയിൻ മിസ്സാന്ന് പറഞ്ഞിട്ട്. എന്താണ് കഥ? എങ്ങോട്ടേക്ക്? ഹോട്ടല് പിടിച്ചിട്ട് വന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട്? ഗൈസ് ട്രെയിൻ വന്നു. പുതിയ ഒരാളും കൂടി എത്തി. അപ്പോൾ ട്രെയിൻ കയറിയിട്ട് കാണാം. ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ഓക്കെ, എൻ്റെ മെത്രോണിക്സ് ഹിയർ ആൻഡ് വി ആർ ഹിയർ. നമ്മളിവിടെ ഉണ്ട്. പോയി ഗൈസ്. അപ്പോൾ ട്രെയിനെല്ലാം ഇറങ്ങി അമ്മ ഉടുപ്പി കഫേയിൽ വന്നിട്ട് കയറിയിട്ടുണ്ട്. ഉടുപ്പി ആദിത്യ നിയർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നാസ്റ്റ് കഴിക്കാണ്. ഞാൻ ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷെരീഫുണ്ട്, അനുണ്ട്, തോഫീഖുണ്ട്. ദോശ, വട, ഇഡ്ഡലി കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നവയാണ്. ഇന്ന് വന്ന ഉദ്ദേശം തന്നെ സൺഡേ മാർക്കറ്റ് കാണാൻ. പക്ഷെ ആൾറെഡി വൈകി, സാധനങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് പോയിട്ട് മാർക്കറ്റ് പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. പ്രാവുകൾ കൂട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിക്കാം ഒരു മിനിറ്റ്. ഗൈസ് പോകുന്ന വഴിക്ക് പ്രാവുകളുടെ കൂട്ടം, മുഴുവൻ പ്രാവുകൾ. മാർക്കറ്റിൽ സാധനം കാലിയാന്ന് തോന്നുന്നു. ഫുൾ മലയാളീസ്, എല്ലാവരും സാധനം എങ്ങനെ വരുന്നത്. മാർക്കറ്റോടെ എത്തിയിരിക്കുകയാണ്. ക്രൗഡുണ്ട്, ഭയങ്കര ക്രൗഡാണ്. സ്വെറ്റർ, ഷൂ ഉണ്ട്, 500 രൂപ എന്ന് പറഞ്ഞ്. ഇത് ജോഡിക്ക് 30, ഇത്
ജസ്റ്റ് 20, ഇത് 10, പിന്നെ ഇത് 5-ൻ്റെ ഉള്ളിലുള്ളത്. ഇത് ഈ പാക്കിന് 100 രൂപ. ഗൈസ്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് മലയാളീസാണ് അധികമുള്ളത്. ഓക്കെ, മൊത്തം നല്ല കുറവിന് ഉണ്ട് സൺഡേ മാർക്കറ്റ്. എല്ലാവരും വലിയ അമേരിക്കൻ ടൂറിസ്റ്റ് പോലത്തെ ബാഗ് എടുത്തുകൊണ്ടെന്ന് തുറക്കാണ്. ചില ആൾക്കാർ ചാക്കോടുന്ന് തുറക്കുന്നുണ്ട്. ഓക്കെ, മാച്ച് സെയിം സാധനം. ഇതെല്ലാം 150 രൂപൻ്റെ. പിന്നെ ഇവിടെ ആണുങ്ങളുടെ ഉണ്ട്, ഇത് 200 രൂപ. ഇത് ജോഡിക്ക് 100. ഇത് 105. ഇത് 105. 105 ആണ്. ഇത് 120-ന് 120 അല്ല, 120ക്ക് 100. ഇതെല്ലാം ഗൈസ്, മാർക്കറ്റ് ഒരു രക്ഷയില്ല. ലേഡീസ് കിഡ്സിലെല്ലാം 50 രൂപയ്ക്ക് വല്ല സാധനം ഉണ്ട് കുറേ. പിന്നെ ഈ ട്രോളി കമ്പനി സാധനം 1800, 1500 എല്ലാം. കടയിലെല്ലാം ചോദിച്ചിട്ട് 2300 ഉണ്ട്. ഓക്കെ, 150. ഗൈസ്, അങ്ങനെ സാധനം കുറേ എടുത്ത് മെട്രോയിൽ വന്നിരിക്കുകയാണ്. ചിക്കൻ എടുത്തിന് മൊത്തം എടുത്ത് ഞാൻ 2 ഷൂ, ഒരു ബാഗിനുള്ള സാധനം, പിന്നെ എൻ്റെ കോളേജ് ബാഗിലുള്ളൊരു സാധനം. മെജസ്റ്റിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് മെട്രോന് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഭയങ്കര റഷാണ്. അടുത്തേൽ പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഓക്കെ, മാർക്കറ്റ് ഒരു രക്ഷയില്ല ഗൈസ്, ഭയങ്കര സീനാണ്. ഫുള്ളാണ് മെട്രോ ഫുള്ള്. അങ്ങനെ മെട്രോ ഒന്ന് ഇറങ്ങി. മെട്രോ മൊത്തം റഷായിരുന്നു. ഓക്കെ, ഒരു രക്ഷയില്ല ഗൈസ്. ബാംഗ്ലൂർ മെട്രോ ഈസ് ദ ബിസിയസ്റ്റ് മെട്രോ. അമ്മ ഐറാത്തിൽ കയറി സ്ഥിരം കർണാടക. ടിക്കറ്റ് എടുത്ത് ഏകദേശം അപ്പം നമ്മളെ ഉദ്ദേശം ഉണ്ടായത് ജസ്റ്റ് സൺഡേ മാർക്കറ്റ്. ബാംഗ്ലൂർ വന്നത് സൺഡേ മാർക്കറ്റ്. അത് വന്ന് കുറച്ച് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കച്ചവടം ചെയ്യുന്നതിന് സൺഡേ മാർക്കറ്റ് സൂപ്പർ ഓപ്ഷൻ. ഓപ്ഷൻസ് ഉണ്ട്. വരുന്ന വഴിക്ക് ബസ് ബാക്കിയായി ഗൈസ്. സംതിങ് ഈസ് ഹാപ്പനിങ്. They are working guys. I think they are planned for another bus, some sleeper from Hassan itself. From Hassan they will provide, I think, another AC bus. Sleep like a baby. Eravat. നമ്മൾ ചെക്കാണ്. ഹാസന പോകുന്ന ആരുണ്ട്, അവരെല്ലാം ഇറക്കിയിട്ട് അവർ മറ്റൊരു ബസ്സിൽ കയറ്റിയിട്ട് പിന്നെ മംഗലാപുരം കയറാൻ, മംഗലാപുരം പോകുന്ന ബസ്സിൽ കയറാനുള്ള പ്ലാനാണ്. മുഞ്ചി എല്ലാം എൻ്റെ ബാക്കില് ആസനക്ക് വന്ന ഇപ്പൊ സ്ലീപ്പറിലായിരിക്കും.
അതിൻ്റെ ബാക്കിൽ നമ്മളെ ബസ് ഉണ്ടെന്ന് തോന്നി. ഇതേ ബസ്. ഇത് ഇന്നലെ എന്തോ റിപ്പയർ ആക്കിയാണ്. അപ്പം അതിൻ്റെ സംഭവം എന്തോ എറർ. വണ്ടി പഠിച്ചിപ്പോ ഓനാണ് ഫുള്ള് ഉത്തരവാദി. എന്താക്കിനാറാ അപ്പം ഇവിടെ പോകുന്ന വൈക്ക് സൂറാപ്പി എന്ന് പറയുന്ന ഷോപ്പിൽ നിർത്തിയാണ്. ഗോളി ബജ്ജിയും ചായ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഷവർമ്മ നല്ലൊരു ആംബിയൻസ് ആണ്. 15 നിമിഷം ടൈം ഉണ്ടെന്ന് പറഞ്ഞു. ആ കാപ്പി അടിപൊളി. സോറി ചായ. കഴിച്ചു പിന്നെ കാണാം ബസ് കയറിയിട്ട്. അപ്പോൾ നമ്മൾ സുറാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ച് ബസ് കയറാൻ പോകുന്നത്. ചെക്കന് എങ്ങനെയുണ്ട്? ചായ ഗോളി വെച്ച ചായ ടോപ്പായിരുന്നു സാർ. ഓക്കെ, ചായ നല്ല ടോപ്പായിരുന്നു. ഗോളി പോയി അത്ര പോരാ. നമ്മൾ മംഗലാപുരത്ത് നല്ല കിട്ടും. ബസ് മാറിയിട്ടുണ്ട്. പഴയ ബസ്. ചാർജിങ് പോർട്ട് പോലില്ല. ചാർജിങ് പോർട്ട് ആകെയുള്ള 2 പോർട്ടാണ്. ഇല്ലേ? ഓക്കെ ശരി ഗൈസ്. അപ്പോൾ നമ്മൾ മംഗലാപുരം എത്തിയിട്ട് കാണാം. ചെക്കനോട് 1 മണിക്കൂർ ഡിലേ ആവുമെന്ന് പറഞ്ഞു റാഹിലിനോട്. ഇൻഷാ അല്ലാഹ് അവിടെ കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം സമയം ഇപ്പോൾ 9 മണി ആയിക്കൊണ്ടിരുന്നു. ഇനി 3 മണിക്കൂറുണ്ട് കേസ്. 12 മണി വരെ ബസ്സിലിരിക്കണം. ബാക്ക് സീറ്റിലാണ് ഉള്ളത്. ചെക്കന് ബാക്കി 2 ഉറങ്ങുന്നുണ്ട് കേസ്. നമ്മളൊരു ഉറക്കായി. ഞാനായില്ല. ചെക്കനായില്ല. ഞാൻ ഉറങ്ങി. ചെറുക്കന ഗാട്ടിയിലാണുള്ളത്. നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനമില്ല ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ യാത്ര ഭയങ്കര വല്ലാത്തൊരു അഡ്വെഞ്ചർ ലൈഫ് പോലെ ആയിപ്പോയി. നല്ലൊരു എക്സ്പീരിയൻസ്. Should be experienced in AC bus like these types of situations and all. Once in a lifetime. Once in a lifetime. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ മംഗലാപുരം എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായി. ചെക്കന് ഒരു ലെവൽ ഉറക്കായിട്ട് അടിച്ച്. ചെക്കൻ ഉറങ്ങിയിട്ടേ ഇല്ല. എപ്പോഴാണ് ഉറങ്ങിയിട്ടില്ല? എപ്പോ ഉറങ്ങിയ? ഇപ്പൊ അതിന് ശേഷം ഞാൻ 2 ഇവിടെ തന്നെ ഉണ്ട്. ഏത് സമയം? ആ ഓക്കെ, അവിടെ സക്ലേശ്പുരത്തിന് മുമ്പല്ലേ? ഓക്കെ ആ ഓക്കെ ശരി ശരി ശരി. ചെക്കന് നല്ല ഉറക്കായി. ആ റാഹത്തായി. ഞാൻ ഉറങ്ങേണ്ട ആവശ്യമില്ല. ഫുള്ള് DJ ബസ്. അങ്ങനെ ബസ് ഇറങ്ങി. പമ്പല് എല്ലാവരും ഉണ്ട്. ഓക്കെ, വെയിറ്റിംഗ് ആണ് ചെക്കനെ. ചെക്കന് പൊരിക്കുന്ന ഇറങ്ങി എത്ര എന്ന് പറഞ്ഞു. ചെറുങ്ങനെ കാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ അതാ എൻ്റെ വണ്ടി കയറി കാണാം. ചെക്കൻ നമ്മൾ പിക്കാക്കാൻ എടുക്കാൻ മറന്ന്. ചെക്കൻ വന്നിട്ടുണ്ട്. നമ്മളെ പുതിയ മുഖമാണ്. മുഖം നിങ്ങൾ കാണിച്ച അവന്റെ കസിൻ ഉണ്ട് റവാനി, ഡോക്ടർ റാഹിൽ മുഹമ്മദ്. അപ്പം എല്ലാവരും വണ്ടിയിലുണ്ട്. ഇപ്പൊ നമ്മളെ ഈ തൗഫീഖിന്റെ പൊരക്ക് ഇറക്കാൻ പോവാണ്. പോകുന്നുണ്ട്. അൻവർ എന്തെടുത്തില്ല. അൻവർ കാര്യമായ ഒരു സാധനം എടുത്തില്ല. എന്റെ ബാഗിലുള്ളതെല്ലാം തീർന്നു. എന്റെ ബാഗിലുള്ള ഇത് ഒരു വാട്ടർ ബോട്ടിൽ മാത്രം എന്റെ ബാഗിൽ. നീ വരുന്നില്ലല്ലോ അൻവറെ? ഞാൻ വരുന്നടാ. അൻവർ വരുന്നില്ല പറഞ്ഞോ. കവർ എടുത്തു അതെടുത്തിട്ട് പോകുന്നല്ലോ.
ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ടോ അത് കാലിനടി കുറച്ച് ഫ്രണ്ട് പോയിട്ട് ലെഫ്റ്റോ കുറച്ച് ലെഫ്റ്റോ ആ ലെഫ്റ്റ് തീരെ നമ്മളെ കോളേജിൽ പോയിട്ട് അവന്റെ പോയാലും കിടന്ന് ഉറങ്ങി ഉറക്കില് പോകും ഇതാക്കണേ തിരിക്കാൻ ചാകൊണ്ടേ ഇല്ല എന്റെ പേര് എന്ത് റോഡിലാണ് എന്റെ പേര് പോയി എന്നിട്ട് പോയി പേർക്ക് എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ പോയാറാ വണ്ടി കാത്തല്ലേ തിരിച്ച് ഞാൻ പോയി വന്നു ഞാൻ അടുത്ത ലെഫ്റ്റ് റോഡ് ഇട്ട് തന്ന മറ്റേ അശ്രമിച്ചേ ലെഫ്റ്റ് 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 മാർക്കുറ എത്ര പേരാണ്ട് പോലെ ഒരു ബസ് റോഡ് ഇത്ര നല്ല റോഡ് കാണുന്നില്ലേ നിനക്ക് ഓനപ്പുറത്തല്ല റൈലപ്പോ പോരണ്ടല്ലേ ഷോർട്ട് ചെക്കന്റെ പൊരിക്കെത്തി ആ ചെക്കന് ഇറങ്ങുന്ന അപ്പൊ ശരി എങ്ങോട്ടൊന്ന് കൈ തന്നെ പോയിട്ട് പോയി മാർക്കറ്റ് കൊണ്ടാക്കിയ ശുക്രൻ ജസാക്കൽ ഖൈറൻ എന്ന് പറഞ്ഞിറങ്ങി പായുണ്ട് പായോ മണാ ഇതാണ് ആള് കുറച്ച് വെളുത്തിട്ടാണ് റൊണാൾഡോ അല്ലേ ചെക്കന് റൂട്ട് ചെലുത്തിരുന്നുണ്ട് ഞാൻ തമാസാക്കിയറാ തടിക്കെടുത്തണ്ടാ തിരിക്കാൻ ചാകുണ്ടൂടെ മതിയാ ആയപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പോകുന്ന വഴിക്ക് നമ്മളെ കൊച്ചിക്കാരനെ ഇറവാന് പോകുന്ന വഴിക്ക് ചെറുങ്ങനെ പുട്ടോ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് കേറിയിട്ടുണ്ട്. ഡേ ടു ഡേ തട്ടുകട പപ്പോയ് ഇതിലേക്ക്. ഓക്കെ കാസർഗോഡ് തന്നെ ഓക്കെ ചെക്കനോട് ഇറക്കിനി. ആ ശരി അപ്പൊ അപ്പോൾ ചെക്കന്മാർ എന്നെ പൊരക്കിടെ കൊണ്ടാക്കാൻ വന്ന് പൊരൻ്റെ അടുത്തേക്ക് എത്തി കൊണ്ടുവന്നു. ഇൻഷാ അല്ലാഹ് അപ്പം നമുക്ക് ഇന്നത്തോടെ ഈ ഒരു വ്ളോഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. രാഹിലെ ഒരു ബൈ പറ. റവാനി ചിക്കന് ബിസിയാണ്. അപ്പോൾ ശരി എല്ലാവർക്കും ബൈ.